ഹലോ ഗായ്സ്, ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് നല്ല ഏട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചിട്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഏട്ടക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ചട്ടി വെച്ചു. ചട്ടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് പുളി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുശേഷം നമ്മൾ പുളി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള പണി തുടങ്ങി കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം മൂപ്പിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉള്ളി ഒന്ന് വഴറ്റി വന്നു കേട്ടോ. ഉള്ളി വഴറ്റിയതിന് ശേഷം ഉള്ളി ഒന്ന് വഴറ്റി വന്നു. ഇപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് പച്ചമുളക് ഇട്ടു ഇതിൽ. പിന്നെ ഉള്ളിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് തക്കാളി ഇട്ടു. തക്കാളി ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. ശേഷം ഉപ്പ് ഒന്നിട്ടു പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായി വഴറ്റുക. എല്ലാ പൊടികളും ഇടുകയാണ് വഴറ്റിയതിന് ശേഷം. എല്ലാ പൊടികളും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കാശ്മീരി ചില്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം വഴറ്റിയതിന് ശേഷം പുളിവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി കേട്ടോ. പുളിവെള്ളം സെറ്റാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിളച്ച് വന്നതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ്. അതിന് ശേഷം നമ്മൾ മീനിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ മീൻ നന്നായിട്ട് കുറുകി വന്നു കേട്ടോ.